ഭയങ്കര നല്ല വെയിൽ കേട്ടോ. നല്ല വെയിലത്താണ് അവിടെ ഇവിടെ നിൽക്കുന്നത്. ഈ വണ്ടിയുടെ റിവ്യൂലും കാണാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ വെയിലത്ത് നിൽക്കുന്നത്. ഈ വണ്ടിയെ കണ്ടിട്ട് വേണം നമുക്ക് ഈ വെയിലത്ത് നിന്ന് മാറി എവിടെയെങ്കിലൊക്കെ പോയി നിൽക്കാൻ. അപ്പം അത്രയ്ക്ക് നല്ല ചൂടുണ്ട്. ഗൈസ്, നമ്മുടെ ഈ വണ്ടി നമ്മൾ റിവീൽ ചെയ്യാൻ പോകണം കേട്ടോ. ഈ വണ്ടി റിവ്യൂ ഏത് വണ്ടിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. കണ്ടിട്ട് ഒരു ബെൻസിന്റെ ലുക്ക് ഉണ്ടെന്ന് തോന്നല്ലോ. പറഞ്ഞ ബെൻസിന്റെ ലുക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ബാക്കി നമുക്ക് കുറേ വണ്ടി ഉണ്ട് കേട്ടോ. ഈ വണ്ടിയുടെ മൊത്തത്തിൽ പേര് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടോ. സത്യം പറഞ്ഞാൽ ഒരുവിധമുണ്ട്. ബെൻസ്, BMW, അതും ഔഡി, പിന്നെ ഇത് BMW, പിന്നെ അങ്ങനെ കുറേ വണ്ടി ഉണ്ട്. ലംബോർഗിനി, സീൻ സാധനം. ഈ സീൻ സാധനം ഇതൊക്കെ എടുത്തിട്ട് പറപ്പിക്കണം. നമ്മുടെ കേരള റോഡിൽ കൂടെ നമുക്ക് പറപ്പിക്കാൻ പറ്റത്തില്ല നോർമലി. ഇത് എന്ന് വെച്ചാൽ അറിയാലോ, ഇത് നല്ലൊരു ലോവർ ചെയ്തൊക്കെ വണ്ടിയാണ്. ഫുൾ ലോവർ ചെയ്തൊക്കെ വണ്ടി. അതൊക്കെ നമുക്ക് കേരളത്തിൽ ഇനി റോഡ് നല്ലപോലെ വന്നാൽ നമുക്ക് മറ്റേ പാലം ആ സംഭവമൊക്കെ കറക്റ്റായിട്ട് വന്നാൽ നമുക്ക് ഇത് വേണമെങ്കിൽ ഓടിച്ച് സെറ്റാക്കാം. ഈ വണ്ടിക്ക് എടുത്താൽ എത്ര കോടികളുടെ വണ്ടി ഇതാക്കി സംഭവം. പിന്നെ GTA, പോർഷെ, പിന്നെ കുറേ വണ്ടിയുണ്ട്. പണ്ടത്തെ എസ്റ്റിയുടെ പരിപാടിക്കാണെങ്കിൽ നോർമലി വിൻറ്റേജ് കുറേ വണ്ടി ഉണ്ടായിരുന്നു. വിൻറ്റേജ് നമ്മൾ കഴിഞ്ഞോട്ടത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ അറിയാം. കുറേ വിൻറ്റേജ് വണ്ടിയിൽ നമ്മൾ കയറി നല്ലപോലെ പോയായിരുന്നു. ഒരു അപ്പൂപ്പൻ്റെ വീടാണെന്ന് തോന്നുന്നു. ഒരു അപ്പൂപ്പൻ ഡ്രൈവറായിട്ട് വന്നിട്ട് പുള്ളി നമ്മളെ കയറ്റി ആ വണ്ടിക്കകത്ത് കയറിയിട്ട് നമ്മൾ ഇവിടെ ഫുള്ള് റൈഡ് അടിച്ചായിരുന്നു. ആ വീഡിയോ നമ്മൾ നോർമലി യൂട്യൂബിൽ കിടപ്പുണ്ട്. നോർമലി BMW. ഇതൊക്കെ ലോറി ചെയ്തൊക്കെ നോക്കിയേ. കൊള്ളാമില്ലയോ? ഇതെല്ലാം കൊള്ളാം. അവന്മാർ എന്തായാലും ഒരുവിധം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാബ്സിനെ അറിയാമല്ലോ. ബുദ്ധ കോൺസെപ്റ്റിൻ്റെ ബാബ്സും പിന്നെ വേറെ പുള്ളി വന്നിട്ട് വന്നേക്കുന്നത്. അന്നേരം പുള്ളി നമുക്ക് കണ്ട് നോക്കാം. ഇനി അവിടെ എവിടെയോ ഉണ്ട് പുള്ളിയുടെ ബാബ്സിന് വേണ്ടി അവിടെ കിടപ്പുണ്ടെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ വണ്ടി റിവീൽ ചെയ്തിട്ട് ഈ വണ്ടി ഏതാ നമുക്ക് അറിയാൻ വേണ്ടി. പൊട്ടുന്നുണ്ടോ? ഇപ്പോഴത്തെ എങ്ങനെയുണ്ട്? ടോപ്പ് സാധനം, ഒന്നും പറയാനില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട അടിപൊളി. വേറെ മൂടൊന്നും ഇല്ല. നിന്റെ അഭിപ്രായത്തിലോ? ഈ വണ്ടി ഏറ്റവും കൂടുതൽ ഓടിക്കാൻ പറ്റുന്ന ഒരു ആഗ്രഹമുള്ള വണ്ടി ഏതായിരിക്കും കൂടുതലും? പോലെ എനിക്കോ വന്നില്ല. അപ്പൊ എങ്ങനെയുണ്ട്? കളറാണോ? ഇല്ല, ഞങ്ങൾ ലാസ്റ്റ് ഇയർ ലാസ്റ്റത്തെ ഫോട്ടോസ് ഒന്നില്ലടാ. എനിക്ക് നമ്മൾ പോവാണ്. ഇനി അടുത്ത നിങ്ങളൊക്കെ ഓക്കെ, നിങ്ങളാ നീ അടുത്തോടെ നടത്തണ്ട. ഇല്ലടാ, അടുത്തോടെ നടത്തി ഞങ്ങൾ വരാൻ പറ്റാക്കാം. ഓക്കെ എടാ, പരിപാടി എങ്ങനെ ഉണ്ടാ? ടോപ്പ് സാധനം. ആ ലാംബോയും പോർഷൻ, ആ 370 പൊളിച്ച്. ഈ വണ്ടി വരാനുള്ള പക്ഷേ വന്നില്ല. നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വണ്ടിയാണ്? ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട 370 ഓൾഡ് ലെജൻഡ്. ഓടിക്കാൻ ഒരു അവസരം കിട്ടിയ എനിക്ക് ഓടിക്കാൻ കിട്ടുമെന്ന് വെച്ചോ? നീ ഏത് വണ്ടി ഓടിക്കും? ഓൺലൈൻ M2 അല്ലെങ്കിൽ M4 ഉറപ്പാണ്. പരിപാടി എങ്ങനെയുണ്ടാ? ചൂടത്തുള്ള പരിപാടി എങ്ങനെയുണ്ട്? മാനേജ് ചെയ്യുന്നുണ്ട് ആൾക്കാർ? പരിപാടി എങ്ങനെയുണ്ട്? കഴിവില്ല സൽമാന്റെ കഴിവ് അതൊക്കെ. ഈ വണ്ടി പൊട്ടിക്കുന്നതിന്റെ ടീമിന്റെ കഴിവില്ലടാ. അത് എത്ര ഉള്ളു. എനിക്ക് ഇതുപോലത്തെ ഒരു വണ്ടി വാങ്ങണം. വണ്ടി വാങ്ങിയിട്ട് നമ്മൾ TKM കൊണ്ടുവന്ന് ഇങ്ങനെ പൊട്ടിക്കണം. ഇല്ലടാ, I request everyone at the college to kindly move to ഗൈസ്, ഈ നിൽക്കുന്ന ആൾക്കാരുണ്ടോ? ഈ നിൽക്കുന്ന ഇത്ര ആൾക്കാർ ഈ വണ്ടി കാണാൻ വേണ്ടി മാത്രമല്ല ഇത്ര ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ടോ? ഇത്ര ആൾക്കാരുടെ കൂട്ടം ഈ വെയിലത്ത് ചൂടത്ത് 12-11 മണിയായി. ഇത്രയും ആൾക്കാർ നിൽക്കുന്ന കാരണം എന്ന് വെച്ചാൽ ഈ കിടക്കുന്ന കാറുണ്ട്. ഈ കിടക്കുന്ന കാറ് നമ്മൾ റിവീൽ ചെയ്യാൻ വേണ്ടിയാണ്. നോർമലി ഈ വണ്ടി ഏതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പോർഷയുടെ ഏതോ വണ്ടിയാണെന്ന് തോന്നുന്നു എനിക്ക്. ഈ വണ്ടി റിവീൽ ചെയ്യാൻ വേണ്ടി ഏത് വണ്ടിയാണെന്ന് കാണാൻ വേണ്ടി മാത്രമുണ്ടോ ഇത്രയും ആൾക്കാർ ഇവിടെ നിൽക്കുന്നത്, ഈ വെയിലത്ത് നിൽക്കുന്നത്. ഞാനും വെയിലത്ത് നിൽക്കുന്ന കാരണം വെച്ചാൽ ഇത്രയും വണ്ടി ഞാൻ കണ്ടു.
ഈ വണ്ടിയുടെ റിവ്യൂവിങ് കാണാൻ വേണ്ടി മാത്രമാണ്. എന്നിട്ട് നമുക്ക് ബാപ്സിനെയും ബുദ്ധ പുള്ളിയെല്ലാം കണ്ടിട്ട് നമുക്ക് 2 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് പോകാം. ഓക്കെ, ലാസ്റ്റ് എസ്റ്റി അല്ലേ, അവരെ കണ്ടു വെച്ചേക്കാം, ആവശ്യം അതിൽ വന്നാലും. ഓക്കെ, കണ്ടില്ലേ, നല്ല രസമുണ്ട്, ഭയങ്കര രസമായിട്ടാണ്. ഈ വണ്ടിയിൽ നിനക്ക് ഓടിക്കാൻ പറ്റിയ ഒരു അവസരം വെച്ചോ, ഏത് വണ്ടി എനിക്ക് എടുക്കാൻ പോകുന്നത്? ഏത് വണ്ടി എടുക്കുമായിരിക്കും? വണ്ടിയുടെ സൈഡിൽ ഇരിക്കാനല്ല, ഓടിക്കാൻ അവസരം കിട്ടുവാണെങ്കിൽ ഏത് വണ്ടി ഓടിക്കുമായിരിക്കും? എല്ലാവർക്കും റിവീൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന വണ്ടിയില്ല, ഓടിക്കാനോ? കണ്ടില്ലല്ലോ, കണ്ടില്ല, അത് തന്നെ ആയിരിക്കും ആഗ്രഹം. ഓടിക്കാൻ അറിയാം, ഗിയർ അറിയാം. എത്ര ഗിയർ ഉണ്ട് ഒരു കാറിന്? 6 ഗിയർ. 6 ഫസ്റ്റ് ഇടുന്ന ഗിയർ ഏതായിരിക്കും? 4ാമത്തെ ഗിയറാണോ 5ാമത്തെ ഗിയറാണോ? ന്യൂട്രലിൽ നിന്ന് ആദ്യം ഒന്നിട്ടല്ലേ പോവാ നമ്മള്. അറിയില്ലയോ, വണ്ടി ഓടിച്ചിട്ടുണ്ട് ഇതുവരെ? ഓടിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ വണ്ടി ഓടിക്കാൻ താല്പര്യമുണ്ട്. ഞാൻ ചോദിച്ചു നോക്കട്ടെ, ഓടിക്കാൻ കിട്ടുമോ? ഇപ്പം വേണ്ട, ഇപ്പൊ നമ്മള് ഓടിച്ചാ ശരിയാവില്ല, ശരിയാവത്തില്ല. നടക്കട്ടെ, നല്ലോണം നടക്കട്ടെ. എല്ലാരും ഇടിച്ചിട്ട് പോകുന്നത്. ഓക്കെ, ഈ വണ്ടി കാണാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരെ നോക്കിയതോ ജനലിന്റെ അകത്തോടൊക്കെ ഇരിക്കുന്നുണ്ട്. എല്ലാവരും കാണാൻ വേണ്ടി ഇരിക്കുക. അവരൊക്കെ തണുത്ത് നിൽക്കുക, നമ്മളൊക്കെ ആണെങ്കിൽ അവിടെ വെയിലത്ത് നിന്ന് പൊരിയുന്നു. അങ്ങനെ നമ്മുടെ മോസ്റ്റർ ട്രക്ക് ജീപ്പിന്ന് ഇറക്കി കൊണ്ടുവരികയാണ് കേട്ടോ. ഈ വണ്ടി അതാ പറഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ് റോഡിൽ നിന്ന് വിട്ട് ഓടിക്കാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഗ്രൗണ്ടിൽ, കോളേജ് ഗ്രൗണ്ടിൽ, പബ്ലിക് മാത്രമേ ഇത് വണ്ടി ഇറക്കി കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അതാണ് ഈ വണ്ടിയുടെ അവസ്ഥ. ഇത്രയും മോഡിഫൈ ചെയ്ത വണ്ടി നമുക്ക് റോഡിൽ ഇറക്കാൻ പറ്റത്തില്ല. ഗൈസ്, നമ്മൾ പ്രതീക്ഷിച്ച പോലെ അല്ല, വേറെ ഈ വണ്ടി മാത്രമല്ല റിവീലിങ്. ഈ വണ്ടിയിൽ, ഇതിൻ്റെ അകത്ത് കാണുന്ന ഈ വണ്ടിയിലും ഒരു വണ്ടിയുണ്ട്. ഈ കാണുന്ന വണ്ടിയിൽ ഒരു വണ്ടി ഉണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. എനിക്ക് അറിയത്തില്ല, നമുക്ക് നോക്കാം. ആ വണ്ടി തുറന്നു നോക്കിയിട്ട് നമുക്ക് നോക്കാം, ആ വണ്ടിയിൽ വണ്ടി ഉണ്ടോ ഇല്ലയോ നോക്കാം. എന്റെ അത്രയും ഉണ്ട് കാണ്ട ഒരു വണ്ടി നോക്കിയേ, അടികൂടൊക്കെ കാണാൻ. നമ്മള് കാത്തിരുന്നാണ് റിവീലിങ്. ആണ്ട പൊന്നാളിയാ സീൻ തന്നെ. എന്റെ മോനെ, ബുദ്ധ കോൺസെപ്റ്റിന്റെ മസ്താങ്. ഗൈസ്, ഫസ്റ്റ് റിവീലിങ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ. ഈ വണ്ടി ഇറങ്ങുന്ന സീനാണ് നമുക്ക് കാണേണ്ടത്. ഇല്ല പോന്നെ, ഒരു പുലി ചാടി ഇറങ്ങി വരുന്ന പോലെ ഉണ്ട് സംഭവം കേട്ടോ. ഒരു കറക്റ്റ് ഒരു പുലി ചാടി ഇറങ്ങി വരുന്ന പോലെ. ഇല്ല പോന്നെ, ഒരു പുലി ചാടി ഇറങ്ങി വരുന്ന പോലെ ഉണ്ട് സംഭവം കേട്ടോ. ഒരു കറക്റ്റ് ഒരു പുലി ചാടി ഇറങ്ങി വരുന്ന പോലെ. സീനായിട്ട് പക്ക കളറും ഒരു പുലിക്കുട്ടി തന്നെ സത്യം പറഞ്ഞ മാതിരി. ഈ സംഭവമൊക്കെ എടുത്ത് വീട്ടിൽ കൊണ്ട് ഇടണം. എൻ്റെ മോനെ ഇജായ സാധനം. അത്ര പൈസ ഉണ്ടെങ്കിൽ ഈ സാമാനൊക്കെ വാങ്ങി ഞാൻ വീട്ടിൽ എടുത്തോളൂ. വാങ്ങിക്കും.
വൺ ഡേ ഇതൊക്കെ വാങ്ങിയാൽ വീട്ടിൽ ഇടുന്നു. അയ്യോ നമ്മൾ ഫൈനലി അങ്ങനെ റിവീൽ കഴിഞ്ഞിട്ടുണ്ട്. രവി സാർ ഇവിടെ ഇപ്പോൾ ഉണ്ട്. സാറ് അവിടെ വീഡിയോ ഒക്കെ എടുത്തിട്ട് പോകുന്നു. ഇപ്പം തന്നെ സ്റ്റോറി ഇടും. അതാണ് മൊത്തം എത്ര വണ്ടിയുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18. വിളിക്കുന്നുണ്ടോ? ഓയിൽ എത്ര കത്തി?